അമ്മയെ അച്ഛൻ വിളിക്കുന്നു. ഹായ് അച്ഛാ. അച്ഛൻ്റെ മോൻ എന്താ വല്ലാതിരിക്കുന്നത്? അച്ഛന് ചെറിയൊരു പനിക്കോളൂ, അതുകൊണ്ട് പോയില്ല. അയ്യോ. അമ്മ എന്തിയെ? ഏട്ടാ ഇതെന്താ മുഖം വല്ലാതിരിക്കുന്നേ? ചെറിയൊരു പനിക്കോളടി, അതുകൊണ്ട് ഇന്ന് പോയില്ല. അയ്യോ, എന്നിട്ട് മെഡിസിൻ എടുത്തില്ലേ? ഇവിടെ ഒരു ടാബ്ലറ്റ് ഉണ്ടായിരുന്നു, അത് കഴിച്ചു. ഗുളിക കഴിച്ചിട്ടൊന്നും കാര്യമില്ല. ഏട്ടനൊരു കാര്യം ചെയ്യ്, ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷൻ എടുക്കാൻ നോക്ക്. എൻ്റെ ഒന്നും ആവശ്യമില്ല, കുറച്ച് കഞ്ഞിയും കുടിച്ചിട്ട് ഒരൊറ്റ ഉറക്കം ശരിയായിക്കോളും. ആ, മുഖം കണ്ടാ അറിയാം തീരെ വയ്യാണ്ടിരിക്കുവാന്ന്. നാട്ടിലോട്ട് കയറി വരാനും പറഞ്ഞാൽ കേൾക്കത്തില്ല. എത്ര നാളെ ഒന്ന് നേരിട്ട് കണ്ട് സംസാരിച്ചിട്ട്. എൻ്റെ വിഷമം എനിക്ക് മാത്രമല്ലേ അറിയൂ. കയറി വന്നിട്ട് അവിടെ നിന്നെയും കെട്ടിപ്പിടിച്ചിരുന്ന വീട്ടിലെ കാര്യങ്ങൾ നടക്കുമോ? ദേ മോളിവിടെ ഇരിക്കണം, ഇല്ലെങ്കിലുള്ള മറുപടി ഞാൻ തന്നേനെ. അമ്മ എഴുതി. ഇവിടെ അടുത്ത അമ്പലത്തിൽ സപ്താഹം, അമ്മ പോയിട്ട് വന്നില്ല. ഏട്ടാ ലീവിൻ്റെ കാര്യം എന്തായി, സംസാരിച്ചോ? എൻ്റെ കപിലിനോട് പറ, ഇവിടെ ഒരാളെ ഏട്ടനെ കാണാണ്ട് വിഷമിച്ചിരിക്കുവാന്ന്. ഇങ്ങനെയാണെങ്കിൽ അങ്ങനെ പറയും നിന്നെ ഡിവോഴ്സ് ചെയ്തിട്ട് വേറൊരു പെണ്ണിനെ കെട്ടാൻ. ദേ അങ്ങനെ എന്തെങ്കിലും ചിന്ത ഉണ്ടെങ്കിലേ കൊല്ലും ഞാൻ. ഏട്ടനറിയാലോ ഇവിടെ എനിക്ക് ഏട്ടൻ മാത്രമേ ഉള്ളൂ എന്ന്. ഒക്കെ അറിയാം. എമ്മലെ എനിക്കൊരു കോൾ വരുന്നു, ഞാൻ നിന്നെ വിളിക്കാം. ശരി. അച്ഛൻ ഇനി ഇപ്പോഴൊന്നും വരൂലേ അമ്മേ? എൻ്റെ അച്ഛൻ്റെ ബർത്ത്ഡേറ്റിട്ട് ഇപ്പോഴൊന്നും വരുന്ന കോളില്ല. അയ്യോ, ഏട്ടൻ ഇപ്പം വിളിച്ച് വച്ചതേ ഉള്ളൂ. എനിക്കിനിയിപ്പോൾ അവൻ്റെ ഫോണിൽ സംസാരിക്കണ്ട, നേരിട്ട് സംസാരിച്ചാൽ മതി. എത്ര കാലമായി അവൻ പോയിട്ട്. അവൻ പോയേ പിന്നെ ആ സണ്ണി പോയത് 2 പ്രാവശ്യം വന്നു. അതിന് അമ്മയുടെ മോൻ കാശിലവാക്കി ടിക്കറ്റ് എടുത്തിട്ട് ഇങ്ങോട്ട് വരണ്ടേ? അത് മക്കൾക്ക് അവനെക്കുറിച്ച് അറിഞ്ഞുകൂടാത്തതുണ്ട്. എന്തോരം കഷ്ടപ്പെട്ടതാ എൻ്റെ കൊച്ച്. അതിന് പൈസയ്ക്ക് അവന് നല്ല വില അറിയാം. ഓ, അച്ഛമ്മ സെൻഡ് തുടങ്ങി. ഇനി അച്ഛമ്മയുടെ കണ്ണ് നിറയും, അത് കണ്ട് അമ്മയുടെ കണ്ണ് നിറയും. ഇതിപ്പോൾ മൊത്തം സീരിയലാക്കുമോ? ഓടിയോടാം. എന്തു പറഞ്ഞു മക്കളെ അച്ഛൻ? അതിനെ അച്ഛൻ വിളിച്ച അമ്മ ഫോണ് തരണ്ടേ? അച്ഛൻ വിളിച്ച അപ്പം തന്നെ അമ്മ ഒരു പുതുപ്പെണ്ണാ. ശ്യാമോ, എത്ര കാലമായി മോനെ നിന്നെ കണ്ടിട്ട്? തിരക്കല്ലേ അമ്മേ, ജോലിയുടെ തിരക്ക. ഇരിക്കേ, ഞാൻ എന്തെങ്കിലും കുടിക്കാൻ എടുക്കട്ടെ? വേണ്ട അമ്മേ, ഞാൻ ജ്യൂസ് കുടിച്ചിട്ട് വന്നേ. ഇവിടെ വിമല മോളൊക്കെ എവിടെ? വിമല സിറ്റിയിൽ എവിടെ പോകണമെന്ന് പറഞ്ഞു, അങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കണം. മോള് പാട്ട് പഠിക്കാൻ പോയി. വഴിയൊക്കെ പിന്നെ അതുകൊണ്ടല്ലേ ഇപ്പം ഇങ്ങോട്ട് വന്നേ. എടാ, നീ കഴിഞ്ഞ ആഴ്ച ഒരു പെണ്ണാണാൻ പോയെന്ന് അപ്പച്ചി പറഞ്ഞു. എന്നിട്ട് എന്താ ഇത്? ആ അതെ, അവർക്ക് ഓക്കെയാണ്. പിന്നെ ആർക്കാ താല്പര്യമില്ലാത്ത? എൻ്റെ പൊന്നമ്മേ, എവൻ്റെ കാഴ്ചപ്പാടിനനുസരിച്ച് ഒരു പെണ്ണ് കിട്ടണമെന്നുണ്ടെങ്കിലേ ഇത് നമ്മൾ ദേവലോകത്ത് പോയി നോക്കേണ്ടി വരും. ഒന്ന് പോയി മല്ലേ, ഇപ്രാവശ്യം എന്തായാലും ഞാൻ കൈ കൊടുക്കാനാ പ്ലാൻ. അയ്യോ, എനിക്ക് പിന്നെ ലോകം അവസാനിക്കും. എടാ, നീ സിറ്റിയിലോട്ടാണോ? സിറ്റിയിലേക്കല്ല, വേണമെങ്കിൽ സിറ്റി വഴി പോവാം, പക്ഷെ പെട്രോൾ കാശ് തരണം. അയ്യടാ, എന്നാൽ പിന്നെ എനിക്ക് ഓട്ടോ പിടിച്ചങ്ങ് പോയാൽ പോരെ. അമ്മേ, പ്രതിഭയുടെ വരുന്നത് എന്ത്? ആ, നീ പ്രതിഭയുടെ കാര്യം ചോദിച്ചു വേറെ എന്ത് വേണം ചോദിച്ചോ. ഇനിയിപ്പോൾ ഞാനും മോളും അമ്മയും കൂടിയിട്ട് അങ്ങോട്ട് പോയി കാണേണ്ടി വരും. മോൻ കാണോ ഉച്ചയ്ക്ക് കഴിക്കാൻ? ഇല്ല അമ്മേ, ഞാൻ പോവാ, നീ കളക്ഷൻ ഉണ്ട്. എടാ, എന്നാൽ പിന്നെ നമുക്ക് ആ ഇറങ്ങാം. പോവാ. അമ്മേ, ഞാൻ ബാങ്കിൽ പോയിട്ടെ എവൻ്റെ കൂടെ ഒന്ന് വീട്ടിലും കൂടെ കയറിട്ടേ വരത്തുള്ളേ. എങ്ങനെ വീട്ടിലോ? ഞാൻ വീട്ടിലേക്കൊന്നുമില്ല, അതെന്താ? സിറ്റിയിലെല്ലാം ഇറക്കി വിടും. അവിടെ ചെന്ന ഉടനെ ഇതേപോലെ തുടങ്ങും കല്യാണം ആയില്ലേ. ശരി അമ്മേ. സമയമില്ല, വാ. നിർത്തി വെക്കാതെ. വണ്ടി ഒരുക്കി എന്തിനാ? ഒതുക്കാൻ. നീ എന്തിനാ വണ്ടി നിർത്താൻ പറഞ്ഞ? എന്താ നിന്റെ ഉദ്ദേശം? എന്തുദ്ദേശം? നിന്നെ ബാങ്കിലാക്കണം, പിന്നെ റൂം എടുക്കണം. റൂമിൽ പോയിട്ട് പിന്നെ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. അതല്ല ഞാൻ ചോദിച്ചേ. പിന്നെ നീ ആ പെണ്ണിനെ കണ്ട കാര്യം ചോദിക്കുന്നത്. നിനക്കും കാണാൻ ബോജ പോലെ ഉണ്ടല്ലോ. പിന്നെ നല്ല സുന്ദരി കുട്ടിയല്ലേ, നീ കണ്ടല്ലേ, നിനക്ക് ഫോട്ടോ അയച്ചല്ലോ. ഭംഗിയുടെ പെണ്ണെ കാണുമ്പോഴത്തേക്ക് എന്നെ മറന്നോണ്ടല്ലോ. നിന്നെ ഞാൻ അങ്ങനെ മറക്കോ? ആര് വന്നാലും നിന്നെ എനിക്ക് മറക്കാൻ പറ്റും? നിനക്കറിയാലോ, ഞാൻ ആ വീട്ടിൽ കഴിയുന്നതേ ഉള്ളൂ. എൻ്റെ മനസ്സ് മുഴുവൻ നീയാ. അതെനിക്കറിയാലോ. അല്ല, നീ എന്താ വീഡിയോ കോൾ ചെയ്യണ്ടെന്ന് പറഞ്ഞേ? എടാ,
ഫോൺ ചിലപ്പോൾ മോളുടെ കയ്യിലായിരിക്കും. നോർമൽ കോള് പോലെയല്ലല്ലോ വീഡിയോ കോള്. അവളെങ്ങാനും ഏട്ടനോട് പറഞ്ഞാൽ ഏട്ടനും അമ്മയ്ക്കാണെ നിന്നെ വലിയ കാര്യമാണ്. എന്തിനാ അതില്ലാണ്ടാക്കുന്നേ? അപ്പം റൂം എടുത്ത് ഞാൻ മുടിയും. അതെന്താ നിന്റെ പരിസരമായിട്ടതൊന്നും റൂമിൻ്റെ കാശ് നീയാ കൊടുക്കുന്നതെന്ന് എപ്പോഴും? അങ്ങനെ എൻ്റെ കാശ് നിൻ്റെ കാശിനുണ്ടോ? നമ്മുടെ കാശല്ലേ. ഓ ആ പിന്നെ നീ എടുത്ത സ്വർണ്ണമൊക്കെ നീ തിരിച്ചു തരണേ. ഏട്ടനെപ്പോഴാ വരുന്നതെന്നറിയില്ല. അയാൾ ഇനി തിരിച്ചു വരാനൊന്നും പോകുന്നില്ല. നീ അതോർത്ത് പേടിക്കാനൊന്നും വേണ്ട. പാവില്ല ഏട്ടാ, അവിടെ കിടന്ന് കഷ്ടപ്പെടുമോ? അയാൾ അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നു, നീ ഇവിടെ കാമുകനായിട്ട് അടിച്ചു പൊളിക്കുന്നു. ദേഷ്യപ്പെടല്ലേ മുത്തേ. അല്ല, നമുക്ക് ആദ്യം ബാങ്കിൽ പോകണം അതോ റൂമിൽ പോകണം? അതിനാർക്കാണ് ബാങ്കിൽ പോകേണ്ടത്? ശരി കള്ളി. പാതിരാത്രി മക്കളെ എന്തുണ്ട് സപ്താഹ വായനയൊക്കെ അങ്ങനെ പോകുന്നു? വിമലെന്തി? ഒരു പണിയുണ്ട്, വാ. വിമലേ, എന്താ അമ്മേ? ഏട്ടൻ ഇപ്പം എങ്ങനെ? എല്ലേടി സർപ്രൈസ് വിസിറ്റ്. ഞാൻ ഈ പെട്ടിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് നിങ്ങളെ വിളിച്ചത്. എന്തെങ്കിലും ഞെട്ടിയിരിക്കുന്നു? ഒന്നുമില്ല. ക്യാമറയൊക്കെ ഓണ. നീ എന്തോ സ്പ്രേ ഒക്കെ അടിച്ചിട്ടാണ് രാത്രി കിടക്കുന്നത്? ഇതൊരു മണം. ഒന്ന് പോയേട്ടാ, ഏട്ടനെ മണക്കുന്നത്. ഓണം ചെയ്തി. മോൾ എൻ്റെ അടുത്താണ് കിടക്കുന്നത്. ഞാൻ പോയി വിളിച്ചോണ്ടില്ല. നിങ്ങൾ ഇവിടുത്തെ നിൽക്കണേ. അടി. എവിടെ എന്നെ കൊണ്ടുപോകുന്നത്? അപ്പം നോക്കി ഒരു കാര്യം കാണിച്ചു തരാമേ. കണ്ണുറക്കട്ടെ. ആ. നോക്കി. ഹായ് അച്ഛാ. അച്ഛാ. എന്നാലും മോനെ എന്നോടെങ്കിലും നിനക്കൊന്ന് പറഞ്ഞില്ലായിരുന്നു വരുന്ന. എന്നെ പറഞ്ഞിട്ട് വന്ന് ഇതൊക്കെ കാണാൻ പറ്റുമോ? കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ അമ്മ? നല്ല വിശപ്പ്. ഒരു ബന്ധമില്ല. ഒരു സർപ്രൈസ് വിസിറ്റ് കാരണം. അല്ല, ദോശമാവ് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. മതി. ഒരു കഞ്ചി കുറച്ച് ചമ്മന്തിയും ഒരു ഓംലെറ്റും ഉണ്ടാക്കി. എന്താ അത്? പൂച്ചയായിരിക്കും. അതിനിവിടെ പൂച്ചയൊന്നുമില്ലല്ലോ അമ്മ. പൂച്ചയല്ല, എലിയായിരിക്കും. എലിയ? ചേട്ടൻ ഇവിടെ ഇരിക്കും, ഞാൻ പോയി നോക്കിയിട്ട് വരാം. നീ പോയി ദോശ ഉണ്ടോ? ഞാൻ പോയി നോക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഇത് എലി തള്ളിയിട്ടതാ. അവിടെ പോണ്ടടാ, വല്ല കള്ളന്മാരും ആയിരിക്കും. എടാ നീയായിരുന്നോ? നീ എന്താടാ ഇവിടെ? മുഫ്റ്റിക്ക് നിനക്ക് വേറെ വീടൊന്നും കിട്ടിയില്ലേ? എടാ പറയാൻ. ഇതിനായിരുന്നു നീ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വന്നോണ്ടിരുന്ന. ആണുങ്ങളില്ലാത്ത സമയം നോക്കി വീട്ടിൽ കക്കാൻ വന്നേക്കണം. എടാ മോനെ, കൈ ഉടനെ പോലീസിനെ വിളിച്ച് ഇവനെ ഏൽപ്പിക്കും. ഇവന്റെ വീട്ടുകാരെ കൂടെ വിളിച്ചു പറ, എല്ലാരും അറിയട്ടെ. പോലീസിനെ ഒന്നും വിളിക്കണ്ടേട്ടാ, ഇവിടെ നിനക്കൊന്നും മോഷ്ടിച്ചില്ലല്ലോ. ആളുകളൊക്കെ അറിഞ്ഞാൽ നമുക്ക് നാണക്കേടല്ലേ. ഇറങ്ങി പോടാ നാറി. അമ്മേ, നീ ശരിക്കും ഇവിടെ മോട്ടിക്കാൻ കയറിയതാണോ? സത്യം പറഞ്ഞാൽ നിന്നെ ഞാൻ വെറുതെ വിടും. അല്ലെങ്കിൽ ഞാൻ നിന്നെ പോലീസിന് സത്യം പറ. പറടാ.
പറയുന്നേ? അത് ഇവരല്ലേ അമ്മ പറയേണ്ടത്, ഞാനല്ലല്ലോ. വിമല പറഞ്ഞിട്ടാ ഞാൻ വന്നത്. എന്റെ ഭഗവതി, ഞാൻ എന്താ ഈ കേൾക്കുന്നത്? ഇത്രയും കാലം നീ ഞങ്ങൾ ചതിക്കുമായിരുന്നോടി. നീ ഒരു അക്ഷരമുണ്ട്. പിടിക്കപ്പെടുമ്പോൾ നിന്നെ പോലത്തെ പെൺപിള്ളേരെ സ്ഥിരം പണിയാണ്. മക്കൾ റൂമിൽ പോയിക്കോ. അമ്മേ, അവൾ അവിടെ നിൽക്കട്ടെ. നാളെ അവളുടെ അമ്മ എന്തിനാണ് ഞാൻ ഉപേക്ഷിച്ചത് അവളറിയണം. എടാ, എന്നെ ഉപേക്ഷിക്കില്ലേ? അറിയാണ്ട് ഒരു അബദ്ധം പറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണം. നീ ഇനി ഇത് ആവർത്തിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ ഇവൻ്റെ കൂടെ തന്നെ വിടുന്നു. എന്നോടൊപ്പം പിന്നെ ഇനി അവൾ എൻ്റെ കൂടെ കഴിയണം. അതൊന്നും നടക്കില്ല. നീ തന്നെ അവളെ കൊണ്ടുപോകും. മോളെ, നീ ഇറങ്ങണോ? നീ ഇറങ്ങണ വിളി. മോനെ, ഇതെന്തൊരു ഇരിപ്പാടാ. എത്ര ദിവസമായി സമയത്ത് ആഹാരമില്ല, കുളിയില്ല, ജപമില്ല. എത്ര നാളാണ് ഇങ്ങനെ? എനിക്ക് ഒരു രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ലമ്മ. നമ്മളെന്ത് തെറ്റ് ചെയ്തിട്ടാ അവളിങ്ങനെ നമ്മളോട് ചെയ്തു? അവൾ ഒരു കാര്യത്തിന് ഞാൻ എതിര് നിന്നിട്ടില്ല. എവിടെയെങ്കിലും പോകണമെന്ന് പറഞ്ഞാൽ പോലും ഞാൻ ഒന്നും പറയാറില്ല. അതൊക്കെ തന്നെ കാരണം. അവളെ നമ്മൾ ഒരുപാട് അങ്ങ് വിശ്വസിച്ചു. ഞാൻ ബാങ്കിൽ വിളിച്ചിരുന്നു. എൻ്റെ സമ്പാദ്യത്തിൻ്റെ നല്ലൊരു പങ്ക് മുഴുവൻ അവൾ ചിലവാക്കിക്കണം. പോയതൊക്കെ പോട്ട് മക്കളെ. മക്കൾ അതൊന്നും ഓർത്തിന് വിഷമിക്കണ്ട. നിന്റെ ഈ വിഷമം കാണുമ്പോഴാണ് അമ്മയ്ക്ക് സഹിക്കാൻ പറ്റും. അവളിനി സ്കൂളിൽ പോകണില്ലെന്നാ പറയണത്. സ്കൂളിൽ പോകുമ്പോൾ അമ്മയെക്കുറിച്ച് ചോദിച്ചാൽ അവൾ എന്ത് പറയാനാണ്? അവൾ പറയുന്നതിലും കാര്യമില്ല. ഞാനൊരു കാര്യം പറയട്ടെ. കിട്ടുന്ന വിലയ്ക്ക് നമുക്ക് വീടും സ്ഥലമൊക്കെ വിറ്റിട്ട് എങ്ങോട്ടേലും പോയാലോ? ആളുകളുടെ പരിഹാസവും കുത്തുവാക്കും ഒന്നും താങ്ങാൻ പറ്റുന്നില്ല. എൻ്റെ കയ്യിൽ നിന്നെങ്ങാനും പോയാൽ ഞാനെന്തെങ്കിലും കടം കൈ ചെയ്യും. പിന്നെ നിങ്ങൾക്കും ആരും ഇല്ലാതാവും. അതിനേക്കാട്ടും നല്ലത് നമുക്ക് ഈ നാട്ടിൽ നിന്ന് പോവാം. എൻ്റെ പൊന്നു മോനെ, ആവശ്യമില്ലാത്തതെന്ന് നീ ചിന്തിച്ചു കൂട്ടും. മനുഷ്യനല്ലേ അമ്മ, ജീവിക്കാനും വയ്യ, മരിക്കാനും വയ്യ. വല്ലാത്തൊരവസ്ഥ അത് ജീവിതത്തിൽ. വിഷമിക്കുകയില്ല. ചേച്ചി, വീട്ടിലത്തേക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളാണ് ചേച്ചി. ഒന്ന് നോക്കിയിട്ട്. അയ്യോ ചേച്ചി, അങ്ങനെ പറയല്ലേ. ചേച്ചി ഒന്ന് നോക്ക്, വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. നോക്കിയിട്ട് ഒന്നോ രണ്ടെണ്ണം എടുക്കുമോ ചേച്ചി? എനിക്ക് ഇതുകൊണ്ട് വേണം ജീവിക്കാൻ. ഒരു കാര്യം ഞാൻ ചേട്ടനോടൊന്ന് ചോദിച്ചു നോക്കട്ടെ. ചേട്ടാ,
ചേട്ടാ ഒന്നിങ്ങോട്ടെ. വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ലോഷനൊക്കെ തീർന്നു. ഒരു ബോട്ടിലും കൂടെ കിട്ടും. നോക്കുമല്ലോ മേഡം ചോദിച്ചോ. മോളെ നീ ഒന്ന് എന്തെങ്കിലും സാധനം വേണോ അതിൽ മോളെ എനിക്കൊന്നും വേണ്ട ആൻറ്റി. അമ്മ നീ കുറച്ച് പഠിക്കണം.